വിജയ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തയുമായിട്ടാണ് നമ്മൾ വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നമ്മുടെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് 2.5 വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരും. ഒരെണ്ണം പാകിസ്ഥാനിലോട്ടോ ഒരെണ്ണം ബംഗ്ലാദേശിലോട്ടോ ചൈനയിലോട്ടോ ആയിരിക്കും. 0.5 നമ്മുടെ രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറയുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോവുകയാണ്. നമ്മുടെ ഡിഫൻസ് മേഖലയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് ബേ ഓഫ് ബംഗാളിൽ ഞോട്ടാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്, അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് 1974 അത് തൊട്ട് ഇങ്ങോട്ടുള്ള സമ്പൂർണമായിട്ടുള്ള രാജ്യത്ത് നടന്ന സംഘർഷങ്ങൾ, ഗുണ്ടാക്രമണങ്ങൾ, കലാപങ്ങൾ, വർഗീയവാദ ആ ഒരു ടെൻഡൻസി കാണിക്കുന്ന പല പല ഇൻസിഡന്റുകൾ, ഇതിന്റെ എല്ലാം ലിസ്റ്റ് എടുക്കണം. ഇതിന്റെ എല്ലാം ലിസ്റ്റ് എടുത്ത് അതിന്റെ എല്ലാം ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്റെ മേശപ്പുറത്തെത്തിക്കണം എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥാപിത താല്പര്യക്കാരുടെ ബഹുജന പ്രക്ഷോഭങ്ങൾ തടയുന്നതിനുള്ള നടപടിയായിട്ടാണ് അമിത്ഷാ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. അദ്ദേഹം ഈ 1974 ശേഷമുള്ളവയും അതിനു മുമ്പുള്ളവ പഠിച്ച ശേഷം ആ പ്രതിഷേധങ്ങളുടെ കാരണങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് സാമ്പത്തിക വശങ്ങൾ, ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നെന്ന് പഠിക്കുന്നുണ്ട്. അതിന്റെ അന്തിമ ഫലങ്ങൾ, അതിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവർ എന്നിവ വിശകലനം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം തയ്യാറാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ പോലീസിനും ആ നിർദ്ദേശം കിട്ടിക്കാണും. സംസ്ഥാനത്തുള്ള എല്ലാ പോലീസുകൾക്കും ഇവർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 2025 2 ദിവസത്തെ ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിഷേധങ്ങളുടെ കാരണങ്ങൾ, രീതികൾ, ഫലങ്ങൾ എന്നിവ വിശകലനം ചെയ്യാനാണ് BPR&Dയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു സംഭവമായിരുന്നു. ഇനി ഭാവിയിൽ ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ബഹുജന പ്രക്ഷോഭങ്ങൾ തടയുന്നതിനുള്ള നീക്കമാണ് ഇത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള BPR&D ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വകുപ്പുകളുടെ റിപ്പോർട്ട് പ്രകാരം പഴയ കേസ് ഫയലുകൾക്കായി നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും പോലീസ് മേധാവികൾക്കായിട്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതായത് അവിടെ നടന്ന സമ്പൂർണമായിട്ടുള്ള ക്രൈം റെക്കോർഡും ഹിസ്റ്ററിയും വർഗീയ കലാപം അടക്കമുള്ളവ എടുക്കണമെന്ന് പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഫിനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് തുടങ്ങിയ സാമ്പത്തിക അന്വേഷണ ഏജൻസികളെയും ഇത്തരം പ്രക്ഷോഭങ്ങളുടെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കാൻ അമിത്ഷാ BPR&Dയോട് ആവശ്യപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഭീകരവാദ ധനസഹായ ശൃംഖലകൾ ഇല്ലാതാക്കുന്നതിനായി സാമ്പത്തിക ക്രമക്കേടുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ അജ്ഞാത ഭീകര ശൃംഖലകൾ, അവയുടെ ബന്ധങ്ങൾ, രൂപകൽപ്പനകൾ എന്നിവ തിരിച്ചറിയുന്നതിനായിട്ടുള്ള ഒരു SOP വികസിപ്പിക്കാൻ ഇപ്പൊ ED, FIU, IND, CBDT എന്നിവയോട് അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോരാത്തതിന് അടുത്ത ഒരു റിപ്പോർട്ടാണ് ഇത് കേട്ടോ. അതായത് അമിത്ഷാ വിടുന്നില്ല. അമിത്ഷാ ഈ കലാപങ്ങളും ക്രൈമും മാത്രമല്ല നോക്കുന്നത്, തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ആക്രമണങ്ങൾ. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോൾ ബീച്ചോട്ടനോട് പറഞ്ഞല്ലോ, കർണാടകയിൽ ഗണേശ ചതുർത്ഥിക്കെതിരെ ഒരു ട്രക്ക് ഓടിച്ചു കെട്ടിയെന്ന്. എന്നിട്ട് അവർ പറയുന്നത് ട്രക്കിന് നിയന്ത്രണം വിട്ടുപോയി, അത് അറിയാതെ ഇടിച്ചു കയറിയതാണെന്നാണ് കർണാടക പോലീസും സർക്കാരും പറയുന്നത്. അപ്പൊ അമിത്ഷാ ഈ തിക്കിലും തിരക്കിലുമുള്ള സംഭവങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിലും അത്തരം ഒത്തുചേരലുകൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരു SOP തയ്യാറാക്കുന്നതിനും വിവിധ മതസഭകളെ സംസ്ഥാന പോലീസ് വകുപ്പുകളുമായി ഏകോപിപ്പിക്കാനും ഈ BPR&Dയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മതസഭകളെല്ലാം തന്നെ പോലീസുമായി ഏകോപിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അടുത്തത് പഞ്ചാബിലെ ഖാലിസ്ഥാൻ മതം, അതൊരു സെപ്പറേറ്റ് സംഭവമാക്കി മാറ്റിയിട്ട് അതൊരു സെപ്പറേറ്റ് ഒരു വിങ് ആണ് ആ സാധനം. ആ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാനായിട്ട് അമിത്ഷാ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ വടക്ക് കിഴക്ക് ഇതുപോലെ ഒരു സെപ്പറേറ്റ് സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോ എന്തോ ഒരു വലിയ പ്ലാൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഈ 1974 മുതലുള്ള കലാപങ്ങളുടെയും ഈ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ച ആ ഒരു സംഭവങ്ങളും സ്റ്റാമ്പീഡുകളും സകല സാധനങ്ങളും എടുത്ത് ഈ നിമിഷം ഇത് പഠിക്കാനായിട്ട് നമ്മുടെ രാജ്യം തീരുമാനിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ അമിത്ഷാ കരുതി വെച്ചിരിക്കുന്നത്? ഇത് ഞാനടക്കമുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു പ്രസ്താവനയാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ചെറുതും വലുതുമായ കലാപങ്ങൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ്? പുറം രാജ്യങ്ങളിൽ നിന്നാണോ വരുന്നത്? ആരൊക്കെയാണ് ഈ ഫണ്ട് വാങ്ങിയത്? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഫണ്ട് വാങ്ങി? ഏതൊക്കെ മതസംഘടനകൾ ഫണ്ട് വാങ്ങിയിട്ടാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്? എന്നാൽ ഇപ്പോൾ കണക്കെടുത്തിരിക്കുന്ന 1974 മുതൽ ഉള്ള കണക്കാണ്. അതായത് കഴിഞ്ഞ 50 വർഷത്തെ കണക്കാണ്. 74 എന്ന് പറയുമ്പോൾ 2024 ആകുമ്പോൾ 50 വർഷം. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷം പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ 50 കൊല്ലത്തെ കലാപങ്ങളുടെയും ഒപ്പം തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതായത് നമ്മൾ ഈ അടുത്ത സമയത്ത്
കുംഭമേള നടക്കുകയുണ്ടായി UP-യിൽ. അതിന്റെ തിക്കും തിരക്കും ദില്ലി റെയിൽവേ സ്റ്റേഷൻ നടന്ന് ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കണ്ടു. അത് പെട്ടെന്ന് ഉണ്ടായ ഒരു തിരക്കാണ്. എങ്ങനെയാണ് ഈ തിരക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ, ആൾക്കൂട്ടത്തിനിടയ്ക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിയുള്ള കൊലപാതകങ്ങൾ, അങ്ങനെ അനവധി ഉള്ള കലാപങ്ങളും ശ്രമങ്ങളും എല്ലാം ആണ്. ഇതിൽ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് അറിവുണ്ടാകും. എങ്കിൽ പോലും നമുക്ക് ചില പ്രധാനപ്പെട്ട കലാപങ്ങളിലേക്കൊന്ന് പോകാം. ഞാൻ ഈ പറയുന്നത് വെറും പ്രധാനപ്പെട്ട കലാപങ്ങൾ മാത്രമാണ്. കേരളത്തിൽ മാത്രം അനവധിയുണ്ട്. ഇത് കേരളമൊന്നും ടച്ച് ചെയ്യുന്നില്ല. വളരെ ചുരുക്കം. ഈ ഒരു വാർത്ത ഇന്ന് നൽകിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ 1974 ഒരു നാവിക് കലാപം നടന്നിരുന്നു മുംബൈയിൽ. വിദ്യാർത്ഥികളും തൊഴിലാളികളും പങ്കെടുത്ത ഒരു വലിയ കലാപം, നാവിക് കലാപം. അതാണ് ഒരു കലാപം. 74-ലെ കലാപം. അനവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായ അനവധി വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകുന്നില്ല, കാരണം അത് വിശദമായ ഡേറ്റയാണ്. ഇന്നും നാളെ ഒന്നും പറഞ്ഞു തീരാൻ കഴിയാതെ ചെറുതും വലുതുമായ അനവധിയുണ്ട്. ഇനി 1980-ലേക്ക് വരുമ്പോൾ ഹിന്ദു മുസ്ലിം കലാപം UP-യിൽ 400 പേര് കൊല്ലപ്പെട്ട കലാപമാണ്. 1980 UP-യിൽ തന്നെ അനവധി സംഭവങ്ങളുണ്ട്, കലാപങ്ങൾ. ഈ അടുത്ത സമയത്തും അവിടെ നടന്നിട്ടുള്ള കലാപങ്ങളുണ്ട്. ഇതിന്റെ ഒന്നും നമ്മൾ കണക്കിലേക്ക് പോകുന്നില്ല. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കലാപമാണ് പറഞ്ഞത്. 400 പേർ കൊല്ലപ്പെട്ട കലാപം 1980-ൽ. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും, കാരണം ഈ അധികം കാലമൊന്നും ആയിട്ടില്ല. 1980 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 50-52 വർഷങ്ങളെ ആകുന്നുള്ളൂ. ഇനി നെല്ലി കുട്ടക്കൊല, ആസാം, 2000 പേർ കൊല്ലപ്പെട്ടു. അവിടെ കുടിയേറിയവരും തദ്ദേശവാസികളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് വിശദമായി തന്നെ ചെയ്തിട്ടുണ്ട്, ഞാനും ധനുഷുമായിട്ട്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൊലപാതകങ്ങളെ മാത്രം വെച്ചുകൊണ്ട് കലാപം. ഓർമ്മയുണ്ടോ ധനുഷിനത്? അന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്ന അതിൽ 109 സ്ത്രീകളെ ഒക്കെ നിരത്തി തലയ്ക്ക് വെടിവെച്ച് കൊന്ന കഥ നമ്മൾ അന്ന് പറഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 2000 പേരാണ് ആ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത്. 2000 പേർ. ആരായിരുന്നു ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആസാമിൽ നടന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അന്ന് അന്വേഷിച്ചിട്ടില്ല. ഇതാരാണെന്ന് ഇതിന് വന്നത്. അതിന്റെ ആളുകൾ ഇപ്പോഴും ഈ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും കലാപത്തിന്റെയും മറ്റുള്ള സംഘടിത ശ്രമം വരുന്നത്. അന്ന് അവര് നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടിരുന്നു. അന്ന് കോൺഗ്രസും മറ്റുമായിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്നവർക്കൊക്കെ പ്രായം അധികമായെങ്കിലും തന്ത്രങ്ങൾക്ക് പ്രായമായിട്ടുണ്ടാകില്ല. ഇല്ലെങ്കിൽ അവർ പകർന്നു കൊടുത്ത തന്ത്രങ്ങളാണ് ഇന്ന് പലപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഫണ്ട് വന്ന വഴികളിലാണ് ഇപ്പോഴും വരുന്നത്. ഏകദേശമൊക്കെ NGO-കൾ അടക്കം, മതസംഘടനകൾ അടക്കം. ഇനി 1987-ലേക്ക് വരുമ്പോൾ ഹാഷിം കൂട്ടക്കൊല, 40 പേർ കൊല്ലപ്പെട്ടു. അതും വർഗീയതകൾ തന്നെയാണ്, കൊല്ലപ്പെട്ടു. ഇനി 89-ലേക്ക് വരുമ്പോൾ ഭഗൽപൂർ, ബീഹാറിൽ 1000 പേർ കൊല്ലപ്പെട്ടു. വർഗീയതകളെയാണ്, 1000 പേരാണ് കൊല്ലപ്പെട്ടത്. 90-ൽ വരുമ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അതിനകത്ത് നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ചില വിദ്യാർത്ഥികളൊക്കെ സ്വയം ഈ എണ്ണ ഒഴിച്ച് മരിച്ചതാണോ അതോ ഇവർ എണ്ണ ഒഴിച്ച് പേടിപ്പിക്കാൻ നിന്നപ്പോൾ ആരോ, നമ്മൾ അന്ന് അങ്ങനെയാണ് കേട്ടത്. അന്ന് നമ്മുടെ ഈ യൂട്യൂബും അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയാസ് ഒന്നും ഇല്ല. അന്ന് ഒക്കെ ഞാനൊക്കെ അത് പഠിക്കുന്ന സമയങ്ങൾ കൂടിയാണ്. ആ സമയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് ഈ ഗോസ്വാമി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ് ആദ്യം കൊല്ലപ്പെടുന്നത്. ഈ ഗോസ്വാമി മണ്ഡൽ കമ്മീഷന്റെ ഒരു മുദ്രാവാക്യം പിള്ളേർ വിളിക്കുന്നു. നടുക്ക് നിന്നിട്ട് ഒരുപക്ഷെ ധനുഷിന് ഓർമ്മ കാണും ആ സീനൊക്കെ. നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണത്. അതിലിങ്ങനെ ഈ പെട്രോൾ ഒഴിക്കുന്നു തലയിൽ, ആത്മഹൂതിക്ക് ഭീഷണി മുഴക്കുന്നു. പക്ഷെ പെട്ടെന്ന് തീ ആളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ ആരോ പുറകിൽ നിന്ന് തീ കൊടുത്തു കയറും. ഇങ്ങനെ 9-10 വിദ്യാർത്ഥികൾ അന്ന് ഇങ്ങനെ നടന്നിരുന്നു. അതൊരു സംഭവം. ഇനി 84-ലേക്ക് വരുമ്പോഴത്തേനും സിഖ് കൂട്ടക്കൊല, ആയിരക്കണക്കിന് സിഖുകാരെയാണ് കൂട്ടക്കൊല ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ പോകുന്നു നീണ്ട നിര ഈ പറയുന്ന അനവധി. അതായത് കന്ധമൽ കൂട്ടക്കൊല, 2013-ലെ മുസഫർ നഗർ, അതൊക്കെ എല്ലാവർക്കും ഈ അടുത്ത് നടന്ന 2013. ദില്ലി കലാപം, ഗോദ്ര കലാപം, സൂററ്റ് കലാപം, വെസ്റ്റ് ബംഗാളിൽ നടന്ന അനവധി കലാപങ്ങൾ. അവിടുന്ന് 1.5 ലക്ഷത്തോളം ഹിന്ദുക്കള് ആസാമിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന 2019-20 കാലഘട്ടത്തിലെ കലാപം. അങ്ങനെ കലാപങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. ഈ കലാപങ്ങൾ എങ്ങനെ വന്നു? ഇതിന് പുറത്തുനിന്നുള്ള ഏജൻസികൾ ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും രാജ്യത്തിന് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്തിരുന്നോ? ഇല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്തത്? ഏതൊക്കെ മതസംഘടനകളാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? ഏതൊക്കെ പൊളിറ്റീഷ്യൻ? നമ്മൾ മുമ്പ് കേരളത്തിൽ കേട്ടിട്ടുണ്ട് കണ്ടെയ്നറിനകത്ത് പണം വന്ന കഥ. നമ്മുടെ കേരളത്തില് മുഖ്യമന്ത്രി തന്നെയാണ് ഓപ്പണായിട്ട് പറഞ്ഞത് അങ്ങനെ വന്നിരുന്നു എന്ന്. പിന്നീട് ആ വാർത്ത ആരും കേട്ടിട്ടില്ല, ആ വാർത്ത കണ്ടിട്ടില്ല. കാരണം ഇത് എല്ലാവർക്കും അഴിഞ്ഞാടാനുള്ള, കാരണം ഡീപ് സ്റ്റേറ്റിനൊന്നും വലിയ പണിയും ചെയ്ത് രാജ്യത്ത് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഡീപ് സ്റ്റേറ്റിനേക്കാൾ വലിയൊരു സ്റ്റേറ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ നിന്ന് ഒരു സർക്കാരായിരുന്നത്. അപ്പൊ ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ വരുന്ന പോപ്പുലർ ഫ്രണ്ടിനെയോ ഇല്ലെ മറ്റേതെങ്കിലും സംഘടനയോ നിരോധിച്ചുകൊണ്ടൊന്നും ഇത് തീരില്ല.
കാരണം ഇതിന്റെ ഒരു സ്കെൽറ്റൻ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ സ്കെൽറ്റനാണ് നമ്മൾ തപ്പിയെടുക്കുന്നത്. ഞാൻ തനുഷിനോട് ഒരു വർഷം മുമ്പ് ഈ കാര്യം പറഞ്ഞിരുന്നു. 2024 തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സംഘടന ഒതുക്കും. അതിനുശേഷം അവരുടെ പറയുന്നവരുടെ സ്കെൽറ്റൻ ഇവിടെ ഉണ്ടാകും. ആ സ്കെൽറ്റൻ തപ്പിയെടുക്കും. 2025 നമ്മൾ പറഞ്ഞ മറ്റു ചില മതമൗലികവാദ സംഘടനകളുടെയും ഒപ്പം തന്നെ ചില NGOകളെ ഒതുക്കും 2025. അവരുടെ സ്കെൽറ്റൻസും ഉണ്ടാകും. അത് 2026 കൂടി പുറത്തെടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ആ സ്കെൽറ്റൻസ് എടുക്കാനുള്ള തയ്യാറെടുപ്പ് അമിത്ഷാ നടത്തിയിരുന്നു. ഇത് അനിവാര്യമാണ്. ഈ രാജ്യത്ത് അറിയണ്ടേ, 1974 മുതൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായത്, ഹിന്ദു സിഖ് കലാപം ഉണ്ടായത്, ഈ മുസ്ലിം ജൈന കലാപങ്ങൾ ഉണ്ടായത്. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതല്ലേ. ഇതറിയണം. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അറിയണം. ഒരുപക്ഷെ ഇതിനകത്ത് പ്രവർത്തിച്ച പല ബുദ്ധിജീവികളൊന്നും ഇന്ന് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല ഒരുപക്ഷെ. പക്ഷെ അല്ലാത്തവരെങ്കിലും അവരെ അറിയണം. അവരെയൊക്കെ ചരിത്രം ചിലപ്പോൾ ഒരുപക്ഷെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയെന്നോ ഇല്ലെ നവോത്ഥാന നായകനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതിമയെ പൂവിടുന്നവരുണ്ടാകും. അവരുടെ മുഖംമൂടികള് പിച്ച് ചീന്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഇത് എങ്ങനെയാണ് ഈ രാജ്യത്തെ അവർ ശിഥിലമാക്കാൻ ശ്രമിച്ചതെന്ന് ജനം അറിയണം. ഒപ്പം തന്നെ അതിനെ റൂട്ട് കണ്ടുപിടിക്കുന്നത് അത് വളരെ വിശദമായിട്ട് തന്നെയാണ് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ 1974 മുതലുള്ളത് എടുക്കുമ്പോൾ 50 വർഷങ്ങൾക്ക് പിന്നിലോട്ടുള്ളതൊക്കെ എടുക്കുമ്പോൾ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള അതിന്റെ രേഖകളും കാര്യങ്ങളും ഫൈൻഡിങ്സ് ഒക്കെ ഇനി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണില്ലേ? അപ്പൊ അതെങ്ങനെയാണ് കേന്ദ്രം ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇത് പോലീസിനെ കൊണ്ട് മാത്രമല്ലല്ലോ ഈ പണി അടിപ്പിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോകൾക്കും അതിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പഴയ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോകളുടെ കയ്യിലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസുകളുണ്ട്, ഇല്ലെന്നൊന്നും ഇല്ല. ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷെ ഭരിക്കുന്നവർ അത് മൂടി വെച്ചിരുന്നു. ഭരിക്കുന്നവർ അത് മുക്കിയത് കൊണ്ട് മാത്രമാണ്. അതൊന്നും അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പോലീസിന്റെ പക്കലൊന്നും കാണാൻ സാധ്യതയൊന്നുമില്ല. ഇതിനകത്തൊക്കെ മിക്ക ഫയലും പോയിട്ടുണ്ടാകും. വള്ളിയും പുള്ളിയും കാണത്തില്ല. ഏതായാലും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസുകൾ പഴയ കാലത്തെ റോയുടെയും ഇല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ അവരുടെ കയ്യിൽ റെക്കോർഡായിട്ട് ഇപ്പോഴും ഉണ്ട് സാധനങ്ങളൊക്കെ. അന്നത്തെ കാലത്ത് പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസിലെയും മറ്റുമൊക്കെ. അവരൊക്കെ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ടാകും. അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും എടുക്കാമല്ലോ. അപ്പൊ അവർ പറഞ്ഞു തരും, ഞങ്ങൾ ഈ കേസുമായി എത്രയോ പേര് ഈ അടുത്തൊരു വെളിപ്പെടുത്തൽ നടത്തിരും, ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വന്നു. പറയട്ടെ, ജനം അറിയട്ടെ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടന്നതെന്നുള്ളത്. ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയട്ടെ. അത് എടുക്കേണ്ട അനിവാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എല്ലാ ഇന്റലിജൻസ് ബ്യൂറോകളെ കണക്ട് ചെയ്തിട്ടാണ് ഇതിപ്പോ എടുക്കുന്നത്. NIA അടക്കം, മിലിറ്ററി ഇന്റലിജൻസ് അടക്കം, സംസ്ഥാന പോലീസിനോട് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ള അവർക്കിപ്പം ഫയൽസും മറ്റൊക്കെ പോലീസ് സ്റ്റേഷനിലായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു തല ഇപ്പുറത്തും ഉണ്ടാവും. ഇതിനെ കൂട്ടിയിണയിക്കൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. ഇപ്പം കേന്ദ്രത്തിനെ സംബന്ധിച്ച് 1974 മുംബൈയിൽ നടന്ന നാവിക് കലാപം എന്തായിരുന്നു, അതിന്റെ പിന്നിലുള്ള ഫണ്ടിങ് എന്തായിരുന്നു? കാരണം ഫണ്ടിങ് ഇല്ലാതെ ഒരു കലാപവും ലോകത്ത് നടക്കില്ല, അത് നീണ്ടു നിൽക്കില്ല. നല്ല പൈസ ചെലവുള്ള കാര്യം തന്നെയാണ് ഈ കലാപം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ കല്ലെടുത്ത് എറിയുന്നതല്ല. നല്ല ഫണ്ടിങ് ആണ്. ഈ പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ചെലവാണ്. ഇവരുടെ ദുരിതത്തിലാകുന്നവരുടെ വീട്ടുകാർക്ക് അരിയും സാധനം മേടിച്ചു കൊടുക്കുന്ന ഒരു ചെലവാണ്. ഒപ്പം തന്നെ ഇത് എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട ഒരു ചെലവാണ്. അങ്ങനെ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ കലാപത്തിന് ഫണ്ടിങ് നടക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് സുപ്രഭാതി കല്ലെടുത്ത് എറിഞ്ഞു കലാപം വന്നു. ഇതെന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോ കുടുംബം പോറ്റേണ്ടവനൊന്നും കലാപത്തിന് ഇറങ്ങും ഇല്ല. അപ്പൊ കുടുംബം പോറ്റേണ്ടവൻ എന്തെങ്കിലും കിട്ടണമല്ലോ. കിട്ടിയാലല്ലേ അവന് വീട്ടിൽ പെണ്ണുപിള്ളയും കൊച്ചിനെയും സുരക്ഷിതമായി അരിയും പച്ചക്കറിയും മേടിച്ചു കൊടുത്തിട്ട് കലാപത്തിന് ഇറങ്ങാൻ പറ്റും. അതല്ല ഒരു സുപ്രഭാതം. പിന്നെ അതിനകത്ത് കുറെ പാവങ്ങൾ പെടും എന്നുള്ളത്. പാവങ്ങളാണ് ആദ്യത്തെ മുന്നണി പോരാളികൾ. അവരാണ് ആദ്യം പോലീസിന്റെ വെടികൊണ്ടും അടികൊണ്ടും പഞ്ചറാകുന്നത്. അത് നിങ്ങൾ കുറെ പേരൊക്കെ നിരപരാധികളാണ്. മതം തലക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലക്ക് പിടിച്ചിട്ടോ ഇറങ്ങുന്നവരാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധിജീവികൾ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മാധ്യമരംഗത്തുണ്ട്, മറ്റ് NGO രംഗത്തുണ്ട്. അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ രക്തരൂഷിതമായ പോരാട്ടം കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിന്റെ മീഡിയയിൽ കൂടെയുള്ള ഇതാണ് കരച്ചിലുകളാണ്, പിന്നെ ഇരവാദങ്ങളാണ്. അത് ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയാണ് ഇതിന്റെ അടുത്ത ലക്ഷ്യം. ഇതിനൊക്കെ നല്ല ഫണ്ട് വേണം. ഈ മാധ്യമങ്ങൾക്കൊക്കെ നല്ല ഫണ്ട് കൊടുത്തിട്ടാണ് എഴുതുന്നത്. പിന്നെ ഇവിടെ ഇപ്പോഴും ധനുഷിന് ഓർമ്മയാണ്, ഗുജറാത്തില് ഒരു കണ്ണീരോട് ഒരാളിങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ഒരു പടം കണ്ടില്ല? അതിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന പിന്നെ ഗർഭിണിയുടെയും ശൂലത്തിന്റെ ഒക്കെ പടവന്മാര് അന്നത്തെ കാലത്തുണ്ടാക്കി. ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ AI ഒക്കെ വന്നതുകൊണ്ട് ജെമിനി ബനാനയിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഗർഭിണിയും ശൂലത്തെ വേണം ഉണ്ടാക്കിയെടുക്കുക. അന്ന് അതില്ലാഞ്ഞ വലിയ ഭാഗ്യമായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടെത്തണം, ഇത് അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളിന് അമിത്ഷാ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇന്നത്തെ ഒരു ഹൃദ്യമായ മോദിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് തോന്നുന്നു. ഈ രാജ്യത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അറിയണം ഈ നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഉണ്ടായില്ല എന്ന് പറയുന്നവരുടെ തനിനിറം പുറത്തു വരട്ടെ. 50 വർഷത്തെ എടുക്കുന്നുണ്ടല്ലോ.
ഇടതുപക്ഷക്കാരുടെ റോൾ എന്തായിരുന്നു പുറത്തു വരട്ടെ. ഇവിടുത്തെ ചാരിറ്റി ചെയ്ത് മലമറിച്ചു എന്ന് പറയുന്ന മതസംഘടനകൾ എന്താ ചെയ്തതെന്ന് പുറത്തു വരട്ടെ. അവരെന്തൊക്കെ രീതിയിലുള്ള ഫണ്ടാണ് ഇവിടെ കൊണ്ട് ഇറക്കിയതെന്നും ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്തതെന്നും ഇറങ്ങട്ടെ. ഇതിലെനിക്ക് വെസ്റ്റ് ബംഗാൾ അടക്കം ഇതിനെ അന്വേഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ എനിക്ക് രസകരമായിട്ട് തോന്നുന്നു, ഇനി മതവിഭാഗങ്ങളെ പോലീസുമായിട്ടുള്ള ഏകോപിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇനി ഈ രാജ്യത്ത് ഇത്രയും കാലം ബിജെപി ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രാജ്യം കലാപ കലുഷിതമായിരുന്നു എന്ന്. അതായത് തൊട്ടാ പൊട്ടുന്ന നിലയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അമിത്ഷായുടെ ഈ നിർദ്ദേശവും അതിനെ തുടർന്നുള്ള ആക്ഷൻസും ഒക്കെ വരുമ്പോൾ ഇനി അങ്ങോട്ട് കലാപം നടത്താനായിട്ട് കൈപൊക്കുന്ന ആൾക്കാരൊന്ന് ഭയക്കും. പോരാത്തത് ഇനി മതസംഘടനകളെ അടക്കം പോലീസുമായിട്ട് ഏകോപിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട്, അതായത് നമ്മുടെ നോട്ട് നിരോധനം നടത്തിയ ഒരു എഫക്റ്റാണ്, കൃത്യമായിട്ടുള്ള ഓഡിറ്റ്, കൃത്യമായിട്ട് ആൾക്കാർ എവിടെ ഒത്തുചേരുന്നു, എന്തിനാണ് ഒത്തുചേരുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം, അവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, ആ ഫണ്ട് കൃത്യമായിട്ട് അവർ എങ്ങോട്ടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു നീക്കം തന്നെയാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് തോന്നുന്നത് കേട്ടോ. അല്ലേ? ഇത് 2014 നരേന്ദ്രമോദി കയറിയപ്പോ ഇങ്ങനെ ഓരോരോ നിയമം കൊണ്ടപ്പോഴാണ് സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്തിനു സ്വാതന്ത്ര്യം? അതിന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ എന്താണെന്നറിയാം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം വലുതല്ല, അതിർവരമ്പുകളുണ്ട്, ബൗണ്ടറി ഉണ്ട് സ്വാതന്ത്ര്യത്തിന്. എനിക്കിപ്പോ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എഴുതി എനിക്ക് തുണിയില്ല റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? എന്റെ സ്വാതന്ത്ര്യമാണ്. ആരാടാ ചോദിക്കാൻ പറ്റുമോ? കാലവാരി നിലത്തടിക്കും അല്ലെ? കേസ് എന്തായിരിക്കും വരുന്നത്? പബ്ലിക് ന്യൂസിനാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ? കേസ് കോടതിയിൽ എന്തുമാത്രം കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ എല്ലാ സ്വാതന്ത്ര്യത്തിനും, എല്ലാ സംസാരത്തിനും, എല്ലാത്തിനും, മതത്തിനായാലും ജാതിക്കായാലും അതിർവരമ്പുണ്ട്. അതിനപ്പുറത്തേക്ക് നടക്കില്ല. ഇവിടെ എന്റെ മതത്തിന്റെ നിയമം ഇവിടെ ഞാൻ പാലിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മോദി കയറുന്നതിന് മുമ്പ്. ഞാൻ ആ നിയമമേ പാലിക്കൂ, അല്ല വേറൊരു നിയമം ഞങ്ങളുടെ മുകളിൽ വന്നാൽ ഞങ്ങൾ ഈ രാജ്യം കത്തിക്കും. ഒരു കുന്തവും കത്തിച്ചില്ലല്ലോ, വന്നില്ലേ അതിന് അനുമതി നിയമം. ഇത് ഒരു രാജ്യമാണെന്ന്. ഈ രാജ്യത്തിനൊരു നിയമവും വ്യവസ്ഥയും വേണ്ടേ? അതെല്ലാം സെറ്റാക്കി വന്നത്. വിദേശ രാജ്യങ്ങൾ, അറബ് നാടുകളിൽ എങ്ങനെയാണ്? അവരുടെ നിയമം പാലിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. അതിനൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അമേരിക്ക കണക്കുള്ള വലിയ വികസിത രാജ്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശമൊക്കെ പറയുന്നത്. യൂറോപ്യൻ കൺട്രീസ് ഉണ്ടല്ലോ, അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയുണ്ട്? അവിടെയും കർശനമായ നിയമങ്ങളല്ലേ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും നിയമമാണ്. ഇവിടെ നിയമം ഇല്ലാത്തതല്ല പ്രശ്നം, നിയമമുണ്ട്, കുത്തെഴുതി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നു. ഇതും വളരെ എളുപ്പത്തിൽ ശരിയാക്കാനുള്ള കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് യുപിയിലെ കലാപം യോഗി മിനിറ്റുകൾക്കുള്ളിൽ നിർത്തുന്നത്? ഇപ്പം കലാപം ഉണ്ടാകുന്നില്ല, ഒന്നും ചെയ്തില്ല പുള്ളി. പിന്നെ ഇത് നമ്മുടെ ഹോളി വരുമ്പോഴും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളുണ്ട് അവിടെ. ആ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ എല്ലാവരെയും വിളിച്ചിട്ട് പറയും, ആരാ ഇത്? ഞാനാണ് ഞങ്ങളാണ് ഈ കമ്മിറ്റിക്കാർ. ഓ നിങ്ങളാണ് അമ്പല കമ്മിറ്റിക്കാർ, ശരി. ആ കമ്മിറ്റിക്കാരന്മാരുടെ ഒക്കെ ആധാർ കാർഡിന് കോപ്പി എന്നൊക്കെ കോപ്പി മേടിച്ച് വെച്ചു. മുസ്ലിങ്ങളെ വിളിച്ചു, അവിടുത്തെ തന്നെയുള്ള നിങ്ങളാണ് ഇപ്പുറത്തെ കമ്മിറ്റിക്കാർ, നിങ്ങളും പോ, എല്ലാവരും പോ. എന്നിട്ട് ഇത്രയും പേരെ നിരത്തി ഇരുന്നിട്ട് പറയുന്നത്, ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുന്നതിന്റെ സുരക്ഷിതത്വം അമ്പല കമ്മിറ്റിക്കാണ്, നിങ്ങൾ നോക്കണം. ഇവിടെ ഒരുപാട് പോലീസുകാരൊന്നുമില്ല, നിങ്ങൾ പോലീസുകാരുണ്ടാകും, ഒരുപാട് പോലീസുകാരൊന്നുമില്ല, നിങ്ങൾ നോക്കണം. ഇപ്പുറത്തെ അമ്പലത്തിന്റെ സുരക്ഷ നോക്കേണ്ടത് നിങ്ങളുമാണ്. നിരന്നു നിന്നു ഒരു കച്ചടം ഉണ്ടാക്കി നിന്നെയൊക്കെ പോക്കി അകത്തിടുമെന്ന് മാത്രമല്ല, ഈ ആധാരം കൂടെ കിട്ടിയ സ്ഥിതിക്ക് നിന്റെയൊക്കെ സ്വത്തുക്കളോട് കണ്ടുകെട്ടും. നാശനഷ്ടം എന്തുണ്ടായാലും ഈ നേതാക്കന്മാരുടെ സ്വത്തകത്ത് പോകും. ഇതിനകത്ത് ഈ മത നേതാക്കന്മാർ മാത്രമല്ല ഉള്ളത്, MLA ഉണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, പിന്നെ മുനിസിപ്പൽ കൗൺസിലർ ഉണ്ട്, എല്ലാവന്മാരും ഉണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് വിളിച്ചു വരുത്തി ഇത് മേടിച്ചു വെക്കുന്നത്. ഇനി നിങ്ങൾ പൊക്കോ, പോലീസിനെ അവിടെ വിട്ടേക്കാം. ഒരു 4-5 പോലീസുകാരെ യോഗി വിടും. കാരണം നമുക്കറിയാം UP പോലെ വലിയ മത ഘോഷയാത്രകൾ നടക്കുന്നിടത്ത് അതിന് മാത്രം പോലീസൊന്നും UPയിലില്ല. അവിടെ ചെയ്യുന്ന പണി ഇപ്പൊ ഇതാണ്. അവിടെ വിളിക്കും, 2 കൂട്ടരെയും വിളിക്കും. രണ്ടല്ല, ഇനി അവിടെ ആരൊക്കെ ഉണ്ട് അവരെല്ലാം വിളിക്കും, ജനപ്രതിനിധികളെയും വിളിക്കും. എന്നിട്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആധാർ കാർഡിന് കോപ്പിയും വെച്ചിട്ട് നിങ്ങൾ സന്തോഷപൂർവ്വം നടത്തിക്കോ, സർക്കാരിന്റെ ആ റൂൾസ് ഒക്കെ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ സുരക്ഷ കൊടുക്കേണ്ട കടമ നിങ്ങൾക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തും പോവും, നിങ്ങൾ അകത്തും പോവും. ഇപ്പൊ പ്രശ്നമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് പോകുന്നില്ലേ? അതാണ് കുറഞ്ഞ പോലീസിനെ വെച്ചിട്ട് എങ്ങനെയാണ് UP കണക്ക് ഒരു വലിയ സംസ്ഥാനം, 25 കോടി ജനമുള്ള ഒരു സംസ്ഥാനം ഭംഗിയായി ഓടിച്ചുകൊണ്ട് പോകുന്നത് യോഗി കാണിച്ചു തരുന്നുണ്ട്. 25 കോടി ജനമാണ്, 75 ജില്ലകളുണ്ട് അവിടെ, വലിയ ജില്ലകളാണ് അതൊക്കെ. അവിടെയൊക്കെ എങ്ങനെയാണ് ക്രമസമാധാനം? ഇപ്പൊ എന്താ അവിടെ ഇല്ലല്ലോ. ഗുജറാത്ത്, നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപം നടന്നിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. എപ്പോഴും കലാപങ്ങളാണ്. ഞാൻ അവിടെ ബെറൂച്ചിലൊക്കെ പോയിട്ടുണ്ട്. ബെറൂച്ച് എന്നൊക്കെ പറഞ്ഞ് ഏത് നിമിഷവും കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥലമാണ്. 2 സൈഡ്, ഒരു സൈഡ് മുസ്ലിംസും ഒരു സൈഡ് ഹിന്ദുവാണ്. എല്ലാ വീടുകളിലും വാളും ബോംബും കോപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് എപ്പോഴും കലാപങ്ങളൊക്കെ ഇന്ന് ഇറക്കുന്നത് കലാപമില്ലല്ലോ. അപ്പൊ ഇച്ഛാശക്തി നട്ടലുള്ള ഒരു ഭരണാധികാരി വന്നാൽ ഇതിനൊക്കെയുള്ള ക്രിമികളൊക്കെ അവിടെ തീരാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ എന്തേ കലാപം വേണ്ടേ? UPയിൽ എന്താ ഇപ്പൊ ഇളകാത്തത്? അവിടെ എല്ലാവരെയും വിളിച്ച് അതെല്ലാം അക്കൗണ്ടബിലിറ്റി വന്നു. ഇപ്പൊ എന്താണ് അവിടുത്തെ മുസ്ലിംസ് തന്നെ പറഞ്ഞത്, യോഗി മിടുക്കനായ ഒരു മുഖ്യമന്ത്രിയാണെന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവരിലും തന്നെ ഒരു വലിയ വിഭാഗം ഈ കലാപങ്ങളുടെ ഒരു തിക്തഫലം അനുഭവിക്കുന്നു. കലാപം എന്ന് പറയുന്നത് 1 സൈഡ് അല്ലല്ലോ, 2 സൈഡും ചേരുമ്പോഴാണല്ലോ അതിനെ കലാപം എന്ന് പറയുന്നത്. അപ്പൊ 2 സൈഡിലുമുള്ളവരൊക്കെ ഇപ്പൊ ഹാപ്പിയാണ്.
എന്താ അതിന് കാര്യം? ഈ നേതാക്കന്മാരുടെ തലയിലോട്ട് വെച്ചു കൊടുത്തു. നിങ്ങളാണ് ഇവിടുത്തെ സുരക്ഷ നോക്കേണ്ടത്. നമ്മൾ ഇവിടെ കള്ളന്റെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങളെയും പൊക്കിയകത്തിടും, നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ കണ്ടുകെട്ടും. ഇപ്പൊ കുഴപ്പമില്ല. ഇതേപോലെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഇപ്പം മതസംഘടനകളൊക്കെ പോലീസുമായിട്ട് ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമല്ല. ഇപ്പൊ കേരളത്തിൽ പോലും സംഘടനകളും മറ്റുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പോലീസ് നിരീക്ഷിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ഈ മതസംഘടനകളുടെ കേരളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, മിക്കവാറും ഒക്കെ പോലീസ് അവരുടെ നേതാക്കന്മാരെയും മത അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായ നടപടി. അതൊന്നും വലിയ പുകലൊന്നും ഈ രാജ്യത്തുണ്ടാക്കില്ല. പക്ഷേ ഈ 74 തൊട്ടുള്ള കേസുകൾ പൊങ്ങുമ്പോൾ പലരുടെ മുഖം ഇവിടെ പിച്ച് ചിന്തപ്പെടും. ഈ രാജ്യം അറിയും എന്തായിരുന്നു ഈ രാജ്യത്ത് നടന്നിരുന്നത് എന്നുള്ളത്.